പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, വിമാനമുണ്ട്, തോക്കുകളുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പിന്തുണ തരാൻ ടർക്കിയുണ്ട്, ചൈനയുണ്ട്, പല രാജ്യങ്ങളുമുണ്ട്. പക്ഷേ അവസാന ഘട്ടത്തിൽ സേനാ മേധാവിയെ കാണാനില്ല. അദ്ദേഹവും കുടുംബവും എവിടെ പോയെന്നാണ് എല്ലാ ലോക മാധ്യമങ്ങളെല്ലാം തിരയുന്നത്. എവിടെ പോയി? പട്ടാളം പേടിച്ചോടി എന്നേ നമുക്ക് പറയാൻ പറ്റൂ. പട്ടാളം പേടിച്ചോടി. ഈ വീരവാദങ്ങൾക്കൊക്കെ അപ്പുറമുള്ള സത്യം അതാണ്. പട്ടാളം പേടിച്ചോടി, വിറച്ചുപോയി. അതാണ് സംഭവം. പാകിസ്ഥാന് വിറയലുണ്ടായി. ആ വിറയലുണ്ടായതുകൊണ്ടാണ് ഈ വീരവാദങ്ങളൊക്കെ. ഞങ്ങളുടെ 192 ന്യൂക്ലിയർ ബോംബുകളുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് നേരെ ഞങ്ങൾ തൊടുത്തു വെച്ചിരിക്കുക. ഇതിനൊക്കെയാണ് വീരവാദം എന്ന് പറയുന്നത്. തൊടുക്കാൻ പട്ടാളം വേണ്ടേ? പട്ടാളം വേണ്ടേ? എന്നിട്ട് ഞങ്ങൾ സിന്ധുവിൽ കൂടി വെള്ളം വന്നില്ലെങ്കിൽ ഞങ്ങൾ ചോര ഒഴുക്കും. ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കിയല്ലോ പഹൽഗാമിൽ. അതിൻ്റെ ഇപ്പോൾ തിരിച്ചടി കാണുന്നുണ്ടല്ലോ. അതുപോലുള്ള വീരവാദങ്ങളൊക്കെ. അത് ഞങ്ങൾക്ക് ടർക്കി ചേട്ടൻ ഞങ്ങൾക്ക് ആയുധങ്ങൾ തരും, ഞങ്ങൾക്ക് ചൈന ചേട്ടൻ ആയുധങ്ങൾ തരും എന്നൊക്കെ ഈ വീരവാദങ്ങൾ നമ്മൾ എപ്പോഴാണ് പറയുന്നത്? നമ്മൾ പേടിപ്പിക്കാൻ നോക്കുന്നതൊക്കെ. നമ്മുടെ പ്രകൃതിയിലെ ബയോളജിയിൽ കമോഫ്ലാഷ് എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. ഈ കമോഫ്ലാഷ് തന്നെയാണ് ഇപ്പോൾ പട്ടാളത്തിൻ്റെ യൂണിഫോമിൽ. കാരണം കാട്ടിലോ അങ്ങനെയുള്ള പരിസരത്തോ ടെറൈനിലോ നിൽക്കുമ്പോൾ അവരെ ആരും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് വെടിവെക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള യൂണിഫോമാണ്, പ്രത്യേക തരത്തിലുള്ള യൂണിഫോം, കമോഫ്ലാഷ്. ഇതുപോലെ പ്രകൃതിയിലെ ചില ജീവികളും കമോഫ്ലാഷ് നടത്തുന്നുണ്ട്. ശംഖുവരയൻ എന്ന് പറഞ്ഞൊരു പാമ്പിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മൂർഖൻ്റെ 3 ഇരട്ടി വിഷമുള്ള ഒരു പാമ്പാണ്. തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നിമിഷങ്ങൾക്കകം നമ്മൾ മരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ പേടിക്കുന്നു, ജീവികളും പേടിക്കുന്നു. പക്ഷേ ഒരു വിഷമവുമില്ലാത്ത ചില പാമ്പുകൾ മൂർഖൻ്റെ അതേ ഡിസൈനോട് കൂടിയ തൊക്കുമായിട്ട് പ്രകൃതിയിലുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം, ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കമോഫ്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ വാസ്തവത്തിൽ ഈ ആണവ ബോംബെന്ന് പറയുന്നത് അവരുടെ ഒരു കമോഫ്ലാഷാണ്. ശരിക്കും അത് വർക്ക് ചെയ്യുന്ന ഒരു ആണവ ബോംബേ അല്ല. അവർ കുറച്ച് പണം ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ ഇസ്ലാമിക ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണെന്നൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും ഒക്കെ സാങ്കേതിക വിദ്യയോടുകൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഹരശേഷിയൊന്നും തെളിയിക്കപ്പെട്ടതോ പരീക്ഷിതമോ അല്ല. ഇത് ചുമ്മാ ടെസ്റ്റ് ചെയ്തുക എന്ന് പറയുന്ന ആ ടെസ്റ്റ്. പക്ഷേ മറ്റൊരു രാജ്യത്തേക്ക് ഇത് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊന്നും അവർക്കുള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും അവരുടെ ശത്രു ഇന്ത്യയാണ്, ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യൻ ഇൻ്റലിജൻസ് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അപകടകരമായിട്ടൊരു അവസ്ഥയല്ല ഇതെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യ യുദ്ധസന്നദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഈ യുദ്ധം നടത്തുമ്പോൾ അവർക്കറിയാം എത്രമാത്രം പ്രകരശേഷിയുണ്ട്, എവിടെയൊക്കെയാണ് നമ്മളുടെ അക്കിലസ് ഹീൽ എന്ന് പറയുന്ന ദുർബലമായ മേഖലകൾ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ പ്രത്യേകിച്ച് നാം ചർച്ച ചെയ്യുന്ന സേനാ മേധാവി തന്നെ കുറച്ച് നാളുകളായി തന്നെ ഇന്ത്യക്കെതിരെ നിരന്തര പരാമർശം നടത്തുന്നു. ഇന്ത്യ ഹിന്ദുസ്ഥാനാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടാണ്, നാം അവരെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, നാം ആ രാജ്യത്തെ ഇന്ത്യയെ ശത്രുവായി കാണണം എന്നെല്ലാം വീരവാദം മുഴക്കിയ പട്ടാളക്കാരനെയാണ് കാണാനില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇനി UK പോയോ, റാവൽപിണ്ടിയിലുണ്ടോ, അതോ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നോ? ഇതെന്താണ്? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് താലിബാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ യാഥാസ്ഥിക പിന്തുരുപ്പൻ വിവരദോഷികളെന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ അതിൽ കുറച്ചുകൂടെ വിവരമുണ്ട്. കാരണം അവരുടെ ആക്രമണം ഇപ്പോൾ പാകിസ്ഥാനെതിരെ നീങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ സഹായത്തിനുമായിട്ടുള്ള സഹായം അവർ സഹായഹസ്തം നീട്ടി ഇന്ത്യ കൊടുത്തു, അവർ സ്വീകരിച്ചു. കുറച്ചുകൂടെ വിവരം കാണിക്കുന്നുണ്ട്. പക്ഷേ അസിൻ മുനീർ എന്ന് പറയുന്ന ഈ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗമെന്ന് പറയുന്നത് നമ്മുടെ ഈ നവനൂറ്റാണ്ടിന് ചേരുന്നതല്ല, 21ാം നൂറ്റാണ്ടിന് ചേരുന്നതല്ല. ഇത് അദ്ദേഹം മധ്യകാല ഇരുട്ടിൽ കിടന്ന് തപ്പുന്ന ഗോത്രവർഗ സമൂഹത്തിലെ ആൾക്കാരെ പോലെയാണ്, ഇരുണ്ട യുഗത്തിലെ ആൾക്കാരെ പോലെ ആണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇസ്ലാമും ഹിന്ദുവും 2 മതങ്ങളാണ്, 2 സംസ്കാരങ്ങളാണ്, ഒരുമിച്ച് നിൽക്കുകയില്ല. പണ്ട് ഇതേ കാര്യം തന്നെയാണ് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത്. അതാണ് ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോയത്. അത്തരം ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുക്കളെ കൊല്ലുക. അതാണ് പിന്നെ ഇന്ത്യയിൽ നടമാടിയത്. നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ നിസ്സഹായരായ സാക്ഷികളായിട്ട് നോക്കിയിരിക്കെ നടത്തിയത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുക, ഗർഭത്തിലിരിക്കുന്ന ഭ്രൂണത്തെ പോലും കൊല്ലുക, സുന്നത്ത് ചെയ്യുക, കഴുത്തറുത്ത് ചോരയൊരുക്കുക, നദികളിലേക്ക് എന്നിട്ട് എടുത്തെറിയുക. ചോര കൊണ്ട് നിറഞ്ഞു ഈ സിന്ധു നദി. അതിൻ്റെ വെള്ളമാണിപ്പോൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതിലെ വെള്ളം ഹിന്ദുക്കളുടെ ചോര കൊണ്ട് നിറഞ്ഞു. സിന്ധു നദിയിലെ വെള്ളം ഹിന്ദുക്കളുടെ ചോര കൊണ്ട് നിറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു 1947. ബനവൽ ഭൂട്ടോ അല്ല അന്നത് പറഞ്ഞത്, മുഹമ്മദ് അലി ജിന്നയാണ്. നമ്മളത് അനുഭവിച്ചവരാണ്. നമ്മളല്ല, വടക്കേ ഇന്ത്യക്കാർ.
നമുക്കത്ര തീവ്രമായിട്ടുള്ള അനുഭവങ്ങളില്ല. അനുഭവങ്ങളുള്ളവർക്കേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഒരിക്കലും ഉണക്കാനാവാത്ത മുറിവുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഇനിയൊക്കെ ഒഴുക്കാൻ ഇനി പാകിസ്ഥാൻ അത്ര പെട്ടെന്ന് സാധ്യമാകില്ല. അന്ന് ജിന്നയെ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ ഒരുപോലെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ കാലത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റുകൾ കണ്ണടച്ചു കൊടുക്കുന്ന ഒരു നിലപാടുമുണ്ടല്ലോ. ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും പാകിസ്ഥാനിൽ നിന്നും വലിയ രീതിയിൽ അക്രമം ഉണ്ടാകുമ്പോഴും കണ്ണടയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു. കണ്ണടക്കിയെന്നല്ല, അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു നിലപാട്. ഇസ്ലാമിക് ഇത് പൊളിറ്റിക്കൽ ജയരാജൻ പറഞ്ഞ ജയരാജൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടെററിസമാണിത്. അതുകൊണ്ടാണ് മതം ചോദിച്ചുകൊണ്ട് ഈ കൊലപാതകം നടത്തിയത്. എന്നിട്ട് വിചാരിച്ചത് ഇസ്ലാം മതത്തിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും ആരും പറയുന്നില്ല. അതിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് അതിൻ്റെ മതശാസനങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു തരം ജിഹാദിസം ഉടലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആഗോളതലത്തിൽ IS, അൽ ഖയ്ദ ഇങ്ങനെയുള്ള സംഘടനകൾ നടത്തുന്ന ആ മതവിവേചനത്തോടു കൂടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ആ പോരാട്ടത്തിൻ്റെ ആ തീവ്രവാദിയുടെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ വാക്കുകളാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി എന്ന് പറയുന്ന ഈ സംസ്കാര സമ്പന്നമായ ലോകത്തിന് കളങ്കം ചാർത്തുന്ന വർത്തമാനം പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ നമ്മുടെ നവയുഗ ചേതന എന്ന് പറയുന്നത് മതങ്ങൾക്കപ്പുറം, ജാതികൾക്കപ്പുറം, നിറങ്ങൾക്കപ്പുറം ചിന്തിക്കുക ഏക മാനവ ലോകമെന്നുള്ളതാണ്. പക്ഷേ ഇയാൾ വിചാരിച്ചിരിക്കുന്ന യസീൻ മുനീർ എന്ന് പറയുന്ന ഒളിച്ചോടിയ ഈ സൈനിക മേധാവി വിചാരിക്കുന്നത് ലോകമെന്ന് പറഞ്ഞാൽ അത് മതമാണ് എന്നാണ് വിചാരിക്കുന്നത്. ലോകം മതങ്ങളാൽ. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾ മതത്തിൻ്റെ പേരിൽ അയാളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറുന്ന, മതത്തിൻ്റെ പേരിൽ മാത്രം ഐക്യം കൂടുന്ന, സ്നേഹിക്കുന്ന ഒരു മനുഷ്യനല്ലാത്ത ആളാണ് അദ്ദേഹം. മനുഷ്യനാണെന്നതിൻ്റെ പേരിൽ സ്നേഹിക്കുക, അതാണ് മാനവികത എന്ന് പറയുന്നത്. അതാണ് നമ്മളെല്ലാം ആരാധിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം. ആ സംസ്കാരം തൊട്ടു തീണ്ടാത്ത ഒരു മത തീവ്ര, നമ്മൾ ഗോഡ്സെയെ പറ്റി പറയാറുണ്ടല്ലോ മതഭ്രാന്തനെന്ന്, അതിനേക്കാളും മുഴുത്ത മതഭ്രാന്തനാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള ഹസൈൻ മുനീർ എന്ന് തന്നെയാണ് ആ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ? അവരുടെ പട്ടാളം വളരെ ധീരമാണ്, ഇന്ത്യക്കാരെ നേരിടും എന്നൊക്കെയായിരുന്നല്ലോ വാചകങ്ങളെ. ആ പട്ടാളം അത് പേടിച്ചോടിപ്പോയിരിക്കുക. കാരണം എല്ലാ ഭീകരവാദികളെയും, ഇതിൻ്റെ പിന്നിലുള്ള ഭീകരവാദികളെ ഞങ്ങൾ തെരഞ്ഞുപിടിക്കും, ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ പേടിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ പിന്നിലുള്ള ആളായിരുന്നു അയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ പിന്നിലുള്ള ആളായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതോടൊപ്പം തന്നെ പല സൈനിക ഉദ്യോഗസ്ഥരുടെയും കുടുംബങ്ങളെ പാകിസ്ഥാനിൽ നിന്നും മാറ്റുകയാണ്. ഈ അമേരിക്കയിലും കാനഡയിലും ബ്രിട്ടനിലെല്ലാം പോയി അവർ താമസം ആരംഭിച്ചിട്ടുണ്ട്. എന്താ, പാകിസ്ഥാനിൽ താമസിക്കാൻ ഭയമാണോ? അതെ, പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ നോക്കിയാണ് പട്ടാളക്കാർ വരെ പേടിച്ചു കൊടുക്കുക. ഇന്ത്യയുടെ ഒരൊറ്റ പട്ടാള ഉദ്യോഗസ്ഥനെ ഓടിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ സൈനിക മേധാവികൾ എപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാശ്മീരിൽ തന്നെ ഉണ്ട് സൈനിക മേധാവികൾ. എന്തേ നിങ്ങളുടെ ധീരരായിട്ടുള്ള നിങ്ങളയച്ച ഈ ഭീകരവാദികൾ ഇവിടെ കാട്ടിൽ വിളിച്ചു? ഞങ്ങൾ കാട്ടിൽ വിളിക്കുന്നില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്, ജനങ്ങളോടൊപ്പം ഉണ്ട്. കാശ്മീരിലെ ജനങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അവരെ സംരക്ഷിക്കാനായിട്ട് ഈ കാബാലികരെ ഞങ്ങൾ കണ്ടുകെട്ടും പിടിച്ചുകെട്ടും, ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും ഈ ധർമ്മസമരം.